Evaluate integral sin y by y dA where R is the triangular region enclosed by y-axis, y equal to x and y equal to pi. ഓക്കെ, നമുക്ക് അതിന്റെ ഗ്രാഫ് ആദ്യം വരയ്ക്കാം. നമുക്ക് y ഈക്വൽ ടു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. y ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുള്ള ഈ ഒരു ലൈനെയാണ് നമ്മൾ y ആക്സിസ് എന്ന് പറയുന്നത്. ഇനി y ഈസ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. y ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാല്യൂ വരയ്ക്കുകയാണ്. അതായത് y ഈക്വൽ ടു പൈ എന്ന് വെച്ചാൽ 3.14 അത്രേ ഉള്ളൂ. y ഈക്വൽ ടു പൈ, ഇത് y ഈക്വൽ ടു എക്സ്, ഇത് എക്സ് ആക്സിസ്. ഇതൊക്കെ ചേർന്ന ട്രയാങ്കിൾ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു റീജിയൻ ആണ് അല്ലേ? ഇനി ആ റീജിയനിലെ സൈൻ y ബൈ y ഡി എ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ y ഈക്വൽ ടു പൈ ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ y ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ തൊട്ട് ഏത് വരെയാ? 0 തൊട്ട് പൈ വരെയാണ് എന്ത് y ചേഞ്ച് ചെയ്യണത്. അപ്പൊ എനിക്കത് 0 ടു പൈ എന്ന് എഴുതാം. ഇനി എക്സ് ചേഞ്ച് ചെയ്യണത്, എക്സ് ചേഞ്ച് ചെയ്യുന്നത് എന്താ ചെയ്യാ? ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെയല്ല എക്സ് ചേഞ്ച് ആവണത്. ഓക്കെ, ഇതാണ് എന്റെ എക്സ് ചേഞ്ച് ആവുന്നത്. അപ്പൊ എക്സ് ഇവിടെ എക്സിന്റെ വാല്യൂ എത്ര? 0. ഇവിടെ എത്തുമ്പോ എക്സിന്റെ വാല്യൂ എന്താ? y അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളുടെ ലിമിറ്റ് എന്താ വരിക? ഇന്റഗ്രൽ 0 ടു y എന്തെന്ന് എഴുതാൻ? സൈൻ y ബൈ y dx dy അല്ലേ? കാരണം എക്സിന്റെ അല്ലേ നമ്മൾ രണ്ടാമത്തെ ലിമിറ്റ്സ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ. ഇനി സൈൻ y ബൈ y എന്ന് വരും, കാരണം നമ്മൾ ഡി എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തെന്ന് കിട്ടും? എക്സ് എന്ന് കിട്ടും. അത് 0 ടു y dy അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു y സൈൻ y ബൈ y. എക്സിലെ അപ്പർ ലിമിറ്റ് വൈയും ലോവർ ലിമിറ്റ് 0 ആണ്. അതായത് y മൈനസ് 0 dy എന്ന് കിട്ടും. y മൈനസ് 0 എന്ന് പറഞ്ഞാൽ y തന്നെയല്ലേ? ഇതും ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 0 ടു പൈ സൈൻ y dy എന്ന് കിട്ടും. സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? മൈനസ് കോസ് y. അതിനെന്ത് ചെയ്തു? 0 ടു പൈ എന്നുള്ള വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പൊ മൈനസ് ഞാൻ പുറത്ത് നിർത്തുകയാണ്. എന്തെന്ന് വരും? കോസ് പൈ മൈനസ് കോസ് 0 എന്ന് വരും. ഇറ്റ് ഈസ് മൈനസ് ഓഫ് കോസ് പൈയുടെ വാല്യൂ -1 മൈനസ് കോസ് 0ന്റെ വാല്യൂ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? കുറച്ചേ ചെയ്യാനുള്ളൂ, 7 മാർക്ക് കിട്ടുകയും ചെയ്യും. By converting into polar coordinate, evaluate integral of -1 to 1, integral of 0 to root of 1 minus x square plus y square all raised to 3/2 dy dx. നമുക്ക് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് -1 to 1, ഇന്റഗ്രൽ ഓഫ് 0 to root of 1 minus x square plus y square all raised to 3/2 dy dx എന്നാണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എവിടുന്നിട്ടാണ്? -1 to 1 ആണ് അല്ലെ? വൈയുടെ വാല്യൂ 0 തൊട്ടിട്ട് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വെച്ചിട്ടാണ്. കണ്ട, ഡി എക്സ് ആണ് ആദ്യം കിടക്കുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ്. ഇനി ഉള്ളിലാണ് ഡി വൈ കിടക്കുന്നത്, അപ്പൊ ഉള്ളിലത്തെയാണ് വൈയുടെ ലിമിറ്റ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ y സ്ക്വയർ എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അതായത് ഈ എക്സ് സ്ക്വയറിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തെന്ന് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇത് നമ്മളുടെ ആ ഫോർമാറ്റിലായില്ലേ? ഇതിന് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ് എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളത്. ആറിന്റെ വാല്യൂ 1 ആണ് കിട്ടിയില്ലേ? നമുക്കിവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ റേഡിയസ് 0 തൊട്ട് 1 വരെയാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ ആറിന്റെ ലിമിറ്റ് കിട്ടി, 0 ടു 1 ആണ്. ഇനി എക്സ് -1 to 1 ആണ്. അപ്പൊ ആംഗിൾ എത്രയാ? പകുതിയല്ലേ ഉള്ളൂ. ഇവിടെ തൊട്ട് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 തൊട്ടിട്ട് പൈ വരെയാണ് ആംഗിൾ. മൊത്തം സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ 0 ടു 2 പൈ ആണ്. പക്ഷെ 1 ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പർ ഹാഫ് മാത്രല്ലേ ഉള്ളൂ.
അപ്പൊ തീറ്റയുടെ വാല്യൂ എന്താ വരുന്നത്? 0 to പൈ ആണ് വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. ഇന്റഗ്രൽ 0 to പൈ ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇതെന്താ? ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഓൾ റേസ് ടു 3/2. പിന്നെന്താണ്? ഡി എ, അതായത് ഇവിടെ ഡി വൈ ഡി എക്സിന് പകരം നമ്മൾ എന്താ എഴുതുക? ആർ ഡി ആർ ഡി തീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ഇന്റഗ്രൽ 0 to 1 ടു ഗെറ്റ് ക്യാൻസൽ. അപ്പൊ ആർ ക്യൂബ് ഉണ്ട്, ആർ ക്യൂബ് ഇൻറ്റു ആർ എന്ന് വെച്ചാൽ ആർ റേസ് ടു 4 ഡി ആർ ഡി തീറ്റ. ഓക്കെ, ഇന്റഗ്രൽ 0 to പൈ ആർ റേസ് ടു 4 ഡി ആർ, അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ആർ റേസ് ടു 5/5 എന്ന് കിട്ടും. the value 0 to 1 d theta. 1/5 കോൺസ്റ്റന്റ് അല്ലേ, അതിനെ പുറമെ നിർത്തുക. ഇനി ഡി തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? തീറ്റ, അതിന്റെ വാല്യൂ എന്താ? 0 to പൈ. പിന്നെ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 5/5. ഓക്കെ.